ഹായ് ഹലോ നമസ്കാരം. ഇന്നിപ്പോൾ ഒരു സൺഡേ ആയിട്ട് ഞങ്ങളിതാ ജസ്റ്റ് ലുലു മാളിലേക്കും അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ മറ്റേ വെജിറ്റബിൾ മാർക്കറ്റിൽ പോകുന്നുണ്ട്, അതുപോലെ ലുലു മാളിലൊക്കെ പോകുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വണ്ടിയിൽ വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുള്ളത് കാരണം വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. കാരണം അത് കോപ്പിറൈറ്റ് അടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ, അതുകൊണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ചാൽ അയ്യോ പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് കുറച്ചിങ്ങനെ കിച്ചനോട് വർത്താനൊക്കെ പറഞ്ഞ് കിച്ചു എടുപ്പാ ലുലുമാളിലെന്താ ടിക്ടോക്കോ ടിക്ടോക്കോ ആകുമ്പോ എന്തിനാ എല്ലാം വാങ്ങാൻ പോവാണോ? പൊന്നാട് പോവാ എന്തിന് അറിയില്ല. എങ്ങനെ കേട്ടില്ല, ഓർക്കെ പറ. സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണോ? അതെന്നാ സീറ്റ് ബെൽറ്റ് ഉണ്ടേ? ആരെ പറഞ്ഞേ? അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫോൺ വരിക അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പാട്ടിൻ്റെ കാര്യം ഓർത്തൊന്നുമില്ല. പിന്നെ പാട്ട് ഇടയ്ക്ക് വെക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് കാറും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇതിന് മുന്നും കാർ വാഷിങ്ങിൻ്റെ തന്നെയായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വന്നപ്പോഴാണ് ഞാനിതൊക്കെ കാണുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ കണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നമ്മൾ കാർ വാഷിങ്ങിനാണെങ്കിൽ നമ്മൾ കൂടെ അങ്ങനെ പോകാറില്ലല്ലോ. അപ്പോൾ ഇവർ പോയിട്ട് വാഷ് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മുടെ പൈപ്പ് എടുത്തിട്ട് നമ്മൾ ടാപ്പ് തുറന്ന് പൈപ്പ് എടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വണ്ടി കഴുകുക അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഞാൻ ഇതിനകത്ത് പോണ വഴിക്ക് കാർ വാഷ് ചെയ്തപ്പോൾ അതും കൂടി ഒന്ന് എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കിച്ചു പറയുന്നുണ്ട് ഹായ് ദേ റെഡ് കളർ, ദേ റെയിൻബോ കളർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കിച്ചു ഇങ്ങനെ ആദ്യം ഫസ്റ്റ് ടൈം കിച്ചു ഇതുപോലെ കണ്ടപ്പോൾ കിച്ചു പേടിച്ചു പോയായിരുന്നു. ഫസ്റ്റ് ടൈം ഇതുപോലെ കാർ വാഷിങ്ങിന് പോയപ്പോൾ കിച്ചു അതങ്ങനെ സൗണ്ടും അതിങ്ങനെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ സോപ്പൊക്കെ വന്ന് പതയണതും ഫുള്ളി ഇരുട്ടൊക്കെ വരണതുകൊണ്ടപ്പോൾ പെട്ടെന്ന് ആദ്യം പേടിച്ചായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലായിരുന്നു. അതിന് മുന്നത്തെ പ്രാവശ്യം നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ കിച്ചു ചെറുതായിരുന്നല്ലോ, അപ്പം കണ്ടപ്പോൾ കേട്ടോ പേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുവൈറ്റിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ കാർ വാഷിങ്ങൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ നമ്മളിതാ അടിപൊളിയായിട്ട് കാർ വാഷൊക്കെ കാറൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് പോവാം. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് അവരവിടെ പൈപ്പിൽ ജസ്റ്റ് സ്പ്രേ ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ തുടയ്ക്കും അങ്ങനെയൊക്കെ കേട്ടോ. അടിപൊളിയാക്കി വണ്ടി നമുക്ക് ക്ലീനായിട്ട് വാഷ് ചെയ്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടോ ഇതിങ്ങനെ കളറുകൾ ഇങ്ങനെ ചേഞ്ച് ആവുന്നത്, അതുപോലെ നേരത്തെ കണ്ടപ്പോഴാണ് കേട്ടോ അവൻ പേടിച്ചത്. കളറുകൾ ചേഞ്ച് ആവുന്നു, പിന്നെ സൗണ്ട് കേൾക്കുന്നു, ആദ്യമായിട്ട് കാണുന്നു, കുഞ്ഞു കുട്ടിയല്ലായിരുന്നോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം പേടിയൊന്നുമില്ല കേട്ടോ. ഇപ്പം കുറേ പ്രാവശ്യം ഇങ്ങനെ കണ്ട് അവനതൊരു കണ്ടിട്ട് കാർ വാഷിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. വാവ് എന്ന് പറഞ്ഞിട്ടിരിക്കും. കളറ് പോകുന്നു, റെയിൻബോ കളർ പോകുന്നു, റെഡ് ബ്ലൂ അങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കും. കാർ വാഷിങ്ങിൻ്റെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. അത് ഡ്രൈ ആക്കണം. ഇനി അവരവിടെ ചെറിയ സ്പ്രേ ചെയ്ത് തുടച്ച് എല്ലാം ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. വെള്ളമൊക്കെ ഡ്രൈ ആക്കി കറക്റ്റായിട്ട് ഡ്രൈ ആക്കി എടുത്ത് തരും. പിന്നെ അവിടെ എവിടെയും ചെറിയ വെള്ളത്തിൻ്റെ ഇതുണ്ടാവും, അതവർ ജസ്റ്റ് തുടയ്ക്കും അങ്ങനെ. പിന്നെ വീലൊക്കെ എല്ലാം ക്ലീനാക്കി അവർ തുടച്ച് എല്ലാം ക്ലീനാക്കി തരും കേട്ടോ.
അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് അടുത്ത വണ്ടി വരുന്നുണ്ട് ബാക്കിൽ നിന്ന്, അവർ അതും ഇതുപോലെ തന്നെ കണ്ടില്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലിരുന്നാൽ കാണാൻ പറ്റില്ലല്ലോ, അപ്പം ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ അവർ ചേട്ടന്മാർ തുടയ്ക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല, കാരണം അത് അവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ഷൂട്ട് എടുത്തു അത്ര തന്നെ കേട്ടോ. പിന്നെ ഇതാ നമ്മളിനിയിപ്പോൾ ലുലുവിലേക്ക് പോവുകയാണ്. ലുലുവിൻ്റെ അവിടെ തന്നെ നമുക്ക് പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോവും. കാർ ഇതാ അടിപൊളിയായിട്ട് വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് തിളങ്ങി കിടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ കുറേ പ്രാവുകളുള്ള കാരണം നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടിയിൽ എവിടെ ഇട്ടാലും പിന്നെ പൊടി അടിക്കും, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഇതാവും കേട്ടോ വാഷ് ചെയ്തില്ലെങ്കിലും. പിന്നെ ഇതാ പൊന്നു പറഞ്ഞു ഇതവിടെ ഫിഷ് കണ്ടു അമ്മ, ഞാൻ വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പൊന്നുവിൻ്റെ വീഡിയോ സെക്ഷനാണ് ഇനിയിപ്പോൾ. നല്ല നല്ല ഫിഷ് ഉണ്ട്, ഞാൻ വീഡിയോ എടുക്കാം, നല്ല ഭംഗിയുള്ള ഫിഷാന്ന് പറഞ്ഞു. പിന്നെ നമ്മളിതാ വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ പോയി. പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തില്ല, ജസ്റ്റ് കുഞ്ഞ് ഓരോ ഷോർട്ടായിട്ട് എടുത്തു കേട്ടോ. കിച്ചൂടെ വലിയ കാര്യമായിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പൂവാണ് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ലുലുവിലേക്ക് പോകും കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ഇതാ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും പാട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് കേട്ടോ ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞത്. കോപ്പിറൈറ്റ് അടിച്ച് മൊത്തം പിന്നെ ഒന്നാമതേ ബ്ലോക്കായിട്ട് പിന്നെ ഒന്നുകൂടി റെഡി ആയിട്ട് വന്നിട്ടുള്ളൂ. അത് കാരണം ഇനിയിപ്പോൾ ആദ്യം മുതലേ ഒന്നും കൂടിയും കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കേട്ടോ, മീൻസ് വോയിസ്. അങ്ങനെ ഇതാ ഇത് ചോദിക്കണു, ഇവിടെയും ഫിഷ് ടാങ്ക് കണ്ടു. അപ്പോൾ പറഞ്ഞു ഇതാ ജെല്ലി ഫിഷാണോ മേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജെല്ലി ഫിഷ് അല്ല, അത് അവർ വെറുതെ ഒരു ഇതിട്ടേക്കണമെന്ന് പറഞ്ഞു. പിന്നെ കുറേ ഫിഷുകൾ കണ്ടു, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ മാളിലേക്ക് പോയിട്ടാണ്. അപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ ജെല്ലി ഫിഷ് എടുത്തിട്ട് അവരത് ടോയ് ആക്കിയിട്ടേക്കണത്, ശരിക്കുള്ള ഒറിജിനൽ ഇടാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളിതാ ഇനി നേരെ ലുലുവിലേക്ക് പോവുകയാണ്, ലുലുവിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഇപ്പം തന്നെ ഇതാ ക്രിസ്തുമസിൻ്റെ കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ട്രീ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലുലുവിലിപ്പോൾ വന്നിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ട്രീസും ലൈറ്റ്സും അങ്ങനെ എല്ലാ ഡെക്കറേഷൻ ഐറ്റംസും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നോക്കിയപ്പോൾ ഫോണിൻ്റെ പുതിയ ലോഞ്ച് ചെയ്തേക്കണ അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഇതാ കിച്ചുവിന് സന്തോഷമായി, കിച്ചുവിന് ടിറ്റാക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വോയിസ് ഇടാൻ പറ്റിയില്ല, അവിടെയും പാട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാനത് കളഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി വണ്ടിയിൽ കയറ്റി നമ്മൾ തിരിച്ചിതാ പോവാണ്. അങ്ങനെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് കേട്ടോ നോർമലി വാങ്ങുക. അങ്ങനെ ഒരാഴ്ചക്കുള്ള കാര്യങ്ങൾ സൺഡേ ആണ് ലീവ്, അങ്ങനെ ഞങ്ങൾ സൺഡേ പോയിട്ട് വാങ്ങും. പിന്നെ ഇതാ നമ്മൾ ഇവിടെ ഒരു കാലിക്കട്ട് ടീ, നമ്മളൊരു ചായ കുടിയാന്ന് വിചാരിച്ചു. അത് നോർമലി സൺഡേസിൽ നമ്മൾ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അങ്ങനെ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നല്ല ചൂട് ചായയും പഴംപൊരിയും പിന്നെന്താണ് പപ്സും ഒക്കെ വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ്. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോഴും അതിനകത്ത് പാട്ടുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഇത് കണ്ടോ, പൊന്നുൻ്റെ കയ്യിൽ മൈലാഞ്ചിയുടെ ഇല ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അത് ഇല തന്നെ ആക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ അത് കറക്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ വന്ന് ഇപ്പം നല്ല കളറായിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ശനിയാഴ്ചയാണ് വെച്ചത്, പിറ്റേ ദിവസമായപ്പോൾ ഇങ്ങനെ കളർ നല്ല റെഡ് കളർ പോലെ വന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ ഇതാ നല്ല അടിപൊളി ചൂടുള്ള നല്ല കടുപ്പത്തിലുള്ള ചായയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ പിള്ളേർക്ക് വേറെ സെപ്പറേറ്റ് ഇത്തിരി ചൂടാറ്റിയിട്ട്
വാങ്ങാനും പിന്നെ ഇതാ ചായക്കടി എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ വാങ്ങിയിട്ടുണ്ട്. കിച്ചു അവിടെ ഭയങ്കര ടിറ്റാക്ക് തിന്നലാണ്. പിന്നെ ഇതാ കിച്ചുവിൻ്റെ പല്ലിൻ്റെ കാര്യം പറയുന്നുണ്ട്. കിച്ചുവിൻ്റെ പല്ല് ഒരെണ്ണം പോയി. അപ്പോൾ ആ പല്ല് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പല്ല് കാണിച്ചു തരുന്നുണ്ട്, കണ്ടോ പല്ല് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2 മാസം മുന്നേ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് പല്ല് പോയതാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാ ഞാൻ പിള്ളേർക്കുള്ള ചായ കുറച്ച് ചൂടാറ്റിയിട്ടുള്ളതും കടുപ്പം കുറഞ്ഞിട്ടുള്ളതുമായ സെപ്പറേറ്റ് ചായയൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ നമ്മളിതാ കഴിച്ചു. ചായക്ക് പഴംപൊരിയും അതുപോലെ പപ്സൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. അതൊക്കെ കഴിച്ച് ഇതാ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ പഴംപൊരിയൊക്കെ കാണിച്ച് തരുന്നുണ്ട് രണ്ടുപേരും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഞായറാഴ്ചത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ ഇതാ ഞാൻ മൈലാഞ്ചിയുടെ ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എക്സ് ഓയിൽ വെച്ചിട്ട് ഇതിനകത്ത് മൈലാഞ്ചി ലീവ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം ജസ്റ്റ് പാർക്കിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ മൈലാഞ്ചി നിൽക്കണാണ്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വെക്കാൻ പറ്റും കയ്യിൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കളറ് നന്നായിട്ട് ആവും എന്ന് പറഞ്ഞപ്പോൾ പൊന്നു അത് കേട്ടപ്പോൾ പൊന്നുവിന് ഇപ്പം വെക്കണം, അമ്മ എനിക്ക് വെച്ച് താമ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് താന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആക്കി വിടുകയാണ് കേട്ടോ ചെയ്തത്. ആ കയ്യിൽ വെച്ച് കൊടുത്തു. നന്നായിട്ട് അത് സൂപ്പറായിട്ട് കളറായിട്ടോ. ഇത് ആക്സ് ഓയിൽ ആയതുകൊണ്ട് കണ്ണിലൊക്കെ ടച്ചായി കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് പണി കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു പൊന്നിനോട്, പൊന്നു നോക്കണം, ശ്രദ്ധിക്കണം, എവിടെയും ടച്ചാക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഫൈനൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് ഇഷ്ടമായി. നമ്മൾ ആക്സ് ഓയിലിൽ ലീവ്സ് വെച്ച് കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ആക്സ് ഓയിൽ വെച്ചിട്ട് ലീവ്സ് വെച്ച് നിരത്തി വെച്ച് കൊടുത്തു. ഏത് ഷേപ്പാണ് വേണ്ടി അതുപോലെ. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിനുള്ള ശേഷമുള്ളതാണ്. നന്നായിട്ട് കളറായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ആവുമെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അന്നാന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നോക്കിയത്. പിറ്റേ ദിവസമായപ്പം നമ്മൾ സാധാരണ ട്യൂബ് മൈലാഞ്ചിക്ക് ഇട്ട് കഴിഞ്ഞാൽ കളറാവുന്ന പോലെ തന്നെ നന്നായിട്ട് കളറും ആയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.